ഇപ്പോൾ കന്യാകുമാരിയിൽ ധ്യാനം പൂർത്തിയാക്കിയ ശേഷം മോദി മടങ്ങുന്ന ദൃശ്യങ്ങളാണ്. കന്യാകുമാരിയിലെ തിരുവള്ളൂർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം മോദി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്ലമീൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അമീൻ, എപ്പോഴാവും തിരിച്ച് ഈ പുഷ്പാർച്ചനയ്ക്ക് ശേഷം മോദി മടങ്ങുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? ആര്യ, വ്യാഴാഴ്ച ആരംഭിച്ച പ്രധാനമന്ത്രിയുടെ ധ്യാനം അവസാനിച്ചിരിക്കുകയാണ്. ഇന്നലെയും ഇന്നുമൊക്കെ കാഷായ വസ്ത്രം ധരിച്ച് ധ്യാനകേന്ദ്രത്തിന് ചുറ്റും നടക്കുന്ന മോദിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാകുമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ വിവേകാനന്ദ സ്മാരക കേന്ദ്രത്തിലേക്കുള്ള പടിക്കെട്ടിൽ അവിടുത്തെ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമൊപ്പമാണെന്ന് തോന്നുന്നു. പ്രധാനമന്ത്രി ഫോട്ടോഷൂട്ടിന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇന്നിപ്പോൾ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പുറത്തു നിൽക്കുന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് വന്നപ്പോൾ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം, ദേവി കന്യാകുമാരി ദർശനത്തിന് ശേഷം ക്ഷേത്ര ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വിവേകാനന്ദ പാറയിലെ ധ്യാന കേന്ദ്രത്തിലേക്ക്, സ്മാരകത്തിലേക്ക് വന്നത്. അതിനുശേഷം പിന്നെ ഇന്നലെയും ഇന്നും പുറത്തു വന്ന അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാഷായ വേഷം ധരിച്ച് ജപമാലയും രുദ്രാക്ഷമാലയും ഒക്കെ ഏന്തി പ്രാർത്ഥന നിരതനായി നിൽക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്. എന്നാൽ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യം അത് വെള്ള വസ്ത്രം ധരിച്ച് അദ്ദേഹം ധ്യാനമൊക്കെ പൂർത്തിയാക്കി പുറത്തിറങ്ങിയിരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം ധ്യാന കേന്ദ്രത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള തിരുവള്ളുവർ പ്രതിമയിലേക്ക് പുഷ്പാർച്ചനയ്ക്കായി എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി മടങ്ങുക. പുഷ്പാർച്ചനയ്ക്ക് ശേഷം വൈകാതെ തന്നെ അദ്ദേഹം ഈ ധ്യാന കേന്ദ്രത്തിനു സമീപത്ത് നിന്ന് ബോട്ടിൽ അദ്ദേഹം തമിഴ്നാട് ഗസ്റ്റ് ഹൗസിലേക്ക് പോകും. ആ പരിസരത്താണ് ഹെലിപാഡും അദ്ദേഹം വന്ന ഹെലികോപ്റ്ററുകളൊക്കെ അവിടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. ഡൽഹിയിലേക്കാണോ വാരണാസിയിലേക്കാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ തീരുമാനപ്രകാരമുള്ള ഷെഡ്യൂൾ പ്രകാരമുള്ള യാത്ര ഡൽഹിയിലേക്കാണ്. പക്ഷേ വാരണാസിയിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അദ്ദേഹം മത്സരിക്കുന്ന വാരണാസിയിൽ നിന്ന് വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നൊരു നിമിഷം കൂടിയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട പ്രചരണവും നിശബ്ദ പ്രചരണവും വോട്ടെടുപ്പും ഒക്കെ നടക്കുമ്പോൾ പ്രധാനമന്ത്രി മോദിയുടെ കന്യാകുമാരിയിലെ അവസാനത്തെ ചടങ്ങുകൾ ഇതിനുശേഷം ബോട്ട് മാർഗം തന്നെയാവുക മടങ്ങുക? സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലാണ്? മറ്റേതെങ്കിലും തരത്തിലുള്ള ചടങ്ങുകളൊന്നും തന്നെ നിശ്ചയിച്ചിട്ടില്ല. ധ്യാനം നടന്നിരുന്ന ധ്യാനത്തിലിരുന്ന വിവേകാനന്ദ പാറയിലെ ധ്യാന കേന്ദ്രം, അതിന് തൊട്ടടുത്താണ് തിരുവള്ളുവർ പ്രതിമ. ആ പ്രതിമയിലെത്തി പുഷ്പാർച്ചന നടത്തി മടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. രാവിലെ മുതൽ തന്നെ തിരുവള്ളുവർ പ്രതിമയുടെ ഏറ്റവും മുകളിൽ, അതിൻ്റെ ടോപ്പ് ഭാഗത്തൊക്കെ തന്നെ സുരക്ഷാ വിന്യാസവും സുരക്ഷാ ഉദ്യോഗസ്ഥ സാന്നിധ്യവും ഒക്കെ പ്രകടമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ള ദൃശ്യമാധ്യമങ്ങൾ, ദൂരദർശന്റെയും മറ്റ് ഏജൻസികളിലുമൊക്കെ ദൃശ്യമാധ്യമ പ്രവർത്തകരും ആ തിരുവള്ളുവർ പ്രതിമയുടെ ഏറ്റവും മുകളിൽ നമുക്ക് അവരെയും കാണാനാകും. നേരത്തെ തന്നെ അവർക്ക് അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവള്ളുവർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം അദ്ദേഹം മടങ്ങും. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇന്നലെയും മിനിഞ്ഞാന്നും ആയി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും കടലിൽ നിരീക്ഷണ വലയം തീർത്തിരുന്ന കടലിലെ കാവൽ കണ്ണുകൾ അവർ മുഴുവനും ഇപ്പോൾ അദ്ദേഹം ഇറങ്ങുന്ന ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ഒരു ബോട്ടും, പ്രധാനമന്ത്രിയെ കൊണ്ടുപോകുന്നുള്ള ബോട്ടും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മിനിഞ്ഞാന്ന് വന്നപ്പോഴും നമ്മൾ കണ്ടതാണ്. ഒരു ബോട്ടിൽ അദ്ദേഹം വരുന്നു. ആ ബോട്ടിനെ ചുറ്റിപ്പറ്റി NSG കമാൻഡോസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ഏജൻസികളുടെ ഒരു സാന്നിധ്യം. ആ രീതിയിലാണ് അദ്ദേഹത്തെ വാഹനത്തിൽ ഇറങ്ങിയതിനു ശേഷം ബോട്ടിൽ ഈ വിവേകാനന്ദ പാറയിലേക്ക് എത്തിച്ചത്. തിരികെയും ആ രീതിയിൽ തന്നെയായിരിക്കും കൊണ്ടുപോകുക. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് കന്യാകുമാരിയിൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതിനു നേരെ സഞ്ചാരികൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു. മാത്രമല്ല 2 ദിവസം വിവേകാനന്ദ പാറയിൽ സഞ്ചാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതൊക്കെ വലിയ ചർച്ചയായിരുന്നു. ആ പശ്ചാത്തലത്തിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട്, ഇന്നും ഇന്നലെയുമായിട്ട് സഞ്ചാരികളെ 7-8 ബോട്ടുകളിലായി സഞ്ചാരികളെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട സഞ്ചാരികളാണ് അർത്ഥത്തിൽ ഇവിടേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. വിവാദം ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടിയായിരുന്നു അത്തരത്തിൽ സഞ്ചാരികൾ ഇവിടേക്ക് എത്തിച്ചത്. പക്ഷേ ഉച്ച മുതൽ തന്നെ വിവേകാനന്ദ പാറയിൽ നിന്ന് പൂർണ്ണമായും ആളുകളെ ഒഴിപ്പിക്കുകയും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് പൂർണ്ണമായും ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണ വലയത്തിലുമാണ് കന്യാകുമാരിയും. കടലും കരയും ആകാശവും മുഴുവനും സുരക്ഷാ കണ്ണുകളാൽ ചുറ്റപ്പെട്ട ഒരു നിലയിൽ തന്നെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് പ്രേക്ഷകർക്ക് വ്യക്തമാകും. ദൂരക്കാഴ്ചയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങളും സുരക്ഷാ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ അടുത്തുള്ള ദൃശ്യങ്ങൾ നമുക്ക് എത്തിക്കുക പ്രായോഗികമല്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് വരുന്നത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഷെഡ്യൂൾ പ്രകാരം 3:25 കന്യാകുമാരി ഹെലിപാഡിൽ നിന്ന് അദ്ദേഹം പുറപ്പെടും. 4:05 അദ്ദേഹം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. 4:10 പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം ഡൽഹിയിലേക്ക് പോകും. 7:30 ഡൽഹിയിലെത്തും എന്നുള്ളതായിരുന്നു ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ. ആ ഷെഡ്യൂളിൽ ഏതെങ്കിലും തരത്തിൽ
തരത്തിലുള്ള മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. ഇന്ന് രാവിലെ 11 മണിക്ക് ഒരുപക്ഷേ മോദി കന്യാകുമാരിയിൽ നിന്ന് യാത്ര തിരിച്ചേക്കും, അദ്ദേഹം വാരണാസിയിലേക്ക് പോയേക്കുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരമൊരു സ്ഥിരീകരണം പുറത്തു വന്നതുമില്ല. സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഷെഡ്യൂൾ പ്രകാരമുള്ള ക്രമീകരണങ്ങളും ആ രീതിയിലുള്ള മടക്കയാത്രയും തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഉയരുന്ന ചോദ്യം, അദ്ദേഹം ഡൽഹിയിലേക്ക് തന്നെയായിരിക്കുമോ അതോ അദ്ദേഹം ജനവിധി തേടുന്ന വാരണാസിയിലേക്കായിരിക്കും പോവുക എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഏതായാലും വ്യാഴാഴ്ച വൈകുന്നേരം അദ്ദേഹം ഇവിടേക്ക് എത്തുന്നു. അദ്ദേഹം ധ്യാനത്തിലേക്ക് കടക്കുന്നു. ധ്യാനത്തിലേക്ക് കടക്കുമ്പോഴും പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു ധ്യാനം, അല്ലെങ്കിൽ സമ്പൂർണ്ണമായും ഒരു ധ്യാനത്തിൽ മുഴുകുന്ന ഒരു കാഴ്ചയായിരുന്നില്ല നമ്മൾ കണ്ടത്. അദ്ദേഹം കന്യാകുമാരിയിൽ സൂര്യോദയവും മറ്റും ആസ്വദിക്കുന്ന കാഴ്ച, അത് സംബന്ധിച്ച് ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഉദ്യോഗസ്ഥർ നൽകുന്ന ബൈനോക്കുലർ ഉപയോഗിച്ച വിവേകാനന്ദ പാറയിൽ നിന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം അദ്ദേഹം ഫോട്ടോഷൂട്ടിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോഗ്രാഫർമാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഓരോ ആക്ടിവിറ്റിയിൽ അദ്ദേഹം ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് പൂർണ്ണമായും ഒരു ധ്യാനത്തിൽ ഏർപ്പെടുന്ന ഒരു രീതിയല്ല അദ്ദേഹം സ്വീകരിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. അത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് പ്രതിപക്ഷം ഈ വിഷയത്തെ രാഷ്ട്രീയ ആരോപണമായി, രാഷ്ട്രീയ ആയുധമായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. മോദിയുടെ ഈ വിവേകാനന്ദ പാറയിലെ ധ്യാനം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. നിയമ പോരാട്ടത്തിന്റെ വഴിയിലൂടെ കോടതിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇന്ന് മദ്രാസ് ഹൈക്കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി എത്തിയിരുന്നു. ചെന്നൈയിലെ കോൺഗ്രസ് നേതൃത്വം നൽകിയ ഹർജിയായിരുന്നു. മോദിയുടെ ധ്യാനം തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കും വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും മോദിയുടെ ഈ ധ്യാനത്തെ ഏതെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനമായി കാണാനാകില്ല എന്നും മോദിയുടെ ഈ പ്രവർത്തനം അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായി കാണാനാകില്ല എന്നും കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ രീതിയിലാണ് പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം. ഈ ധ്യാനം തടയണം, അല്ലെങ്കിൽ അത് സംപ്രേഷണം ചെയ്യുന്നത് മാധ്യമങ്ങളെ തടയണമെന്നുള്ള ആവശ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയത് അത്തരം വാദങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ ധ്യാനം അത് കടൽ നീന്തി കടന്നെത്തി ഈ പാറയിൽ ധ്യാനമിരുന്ന സ്വാമി വിവേകാനന്ദനെ പോലെ പൂർണ്ണമായും ആത്മീയതയിൽ ലയിച്ചു ചേരുന്നതിന് വേണ്ടിയായിരുന്നില്ല മോദി വിമാനത്തിൽ പറന്നിറങ്ങി ഇവിടെ ധ്യാനത്തിൽ ഏർപ്പെട്ടത്. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യവും രാഷ്ട്രീയ അജണ്ടയും അതിന് പിന്നിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസത്തെ ധ്യാനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹ സബലീകരണം പൂർത്തിയായോ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാനാകില്ല. കാരണം ഈ ആത്മീയതയ്ക്കപ്പുറം രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഫലപ്രാപ്തി എത്രത്തോളമാണ്, അതിൻ്റെ തോത് എത്രത്തോളമാണ് എന്നത് അറിയണമെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വരണമെന്നുള്ളത് വ്യക്തമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 കടക്കുമെന്ന് പ്രധാനമന്ത്രിയും BJPയും ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകില്ല എന്ന് സാധൂകരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള പ്രവചനങ്ങളും എക്സിറ്റ് പോൾ ഫലങ്ങളും അതുമായി ബന്ധപ്പെട്ട സർവേ ഫലങ്ങളൊക്കെ പുറത്തു വരുന്നു. ആ രീതിയിലുള്ള ചർച്ചകൾ സജീവമാകുന്നു. ആ രീതിയിലുള്ള ചർച്ചകൾ സജീവമായി ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലൊരു മുന്നേറ്റം BJPക്ക് സാധ്യമാകില്ല. നേരിയ തോതിലെങ്കിലും ഒരു കാലിടർച്ച BJPക്ക് ഉണ്ടാകും. ഇന്ത്യ സഖ്യം അല്പമെങ്കിലും മുന്നേറ്റം നടത്തും. ഭരണത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ഒരു വെല്ലുവിളിയോ അല്ലെങ്കിൽ BJPയെ വിയർപ്പിച്ച് ജയിച്ചു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമെന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇപ്പോഴും നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മോദിയുടെ ഈ ധ്യാനം എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഏതായാലും പല ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ്, അതിൻ്റെ പ്രചരണം, ആ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായും ശ്രദ്ധ മോദിയിലേക്ക് കൊണ്ടുവരാനും നിശബ്ദ പ്രചരണത്തിൻ്റെയും അവസാന വോട്ടെടുപ്പിൻ്റെയും ദിനങ്ങളിലും ശ്രദ്ധ പൂർണ്ണമായും മോദിയിലേക്ക് കൊണ്ടുവരാൻ ഈ ധ്യാനത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതും. അത് ഏതായിരുന്നാലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാണ്. സാധാരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത മണിക്കൂറുകൾ, തൊട്ടു മുന്നിലെ മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അത്തരത്തിൽ നിശബ്ദമായി മൗനിയായി പ്രചരണത്തിൽ ഏർപ്പെടുകയായിരുന്നു. അങ്ങനെ കന്യാകുമാരിയിൽ ഇരുന്ന് ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ മനസ്സിലേക്ക് ഒരു പാലം പണിയുകയായിരുന്നു ഈ ധ്യാനത്തിലൂടെ മോദി ചെയ്തത്. അത് എത്രത്തോളം ഫലവത്തായിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായിരുന്നാലും ആ ധ്യാനം പൂർത്തിയാക്കി മോദി മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. വിവേകാനന്ദ പാറയിൽ വിവേകാനന്ദ സ്മാരക കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായി അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന അവിടെ ക്ലീനിംഗ് ജോലി ഉൾപ്പെടെ അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പുന്നത് ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള ജോലികൾക്കായി ആളുകളെ നേരത്തെ തന്നെ നിയോഗിച്ചിരുന്നു. നമുക്ക് മനസ്സിലാക്കാനാകുന്നത് അത്തരം ആളുകളുമായിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് നിലവിൽ ആ പടിക്കെട്ടുകളിൽ നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. വിദൂര ദൃശ്യമാണ്. വെള്ള വസ്ത്രം ധരിച്ച് മോദി അവർക്കൊപ്പമുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ഫോട്ടോഷൂട്ട് ഉൾപ്പെടെ നടക്കുന്നുണ്ട്. കന്യാകുമാരിയിലെ ധ്യാനം പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ മോദി ഇവിടെ മടക്കയാത്രയുടെ ക്രമീകരണങ്ങളും നടക്കുന്നുണ്ട്. അൽ അമീനാണ് വിശദാംശങ്ങൾ നൽകിയത്.